യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചോദ്യം ഇതാണ്: നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് നേരെ ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, ഒരു സ്മൈലി ആണ് അല്ലെ, അത് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം തന്നെ പാലുണ്ട് അല്ലെ. പാൽ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിന് അടിപൊളിയായിട്ടുള്ള ആഹാരം അല്ലേ. അപ്പൊ നമുക്ക് പാലിന്റെ ഈ വട്ടത്തിൽ എന്ത് ചെയ്യാം, ഒരു സ്മൈലി വരച്ചു കൊടുക്കാം അല്ലെ. ഞാൻ വരയ്ക്കുവാണേ, ഒരു സ്മൈലി എന്ത് ചെയ്യാം, നമുക്ക് വരച്ചു കൊടുക്കാം. അടുത്തത് ഒരു കുട്ടയിൽ നിറയെ പഴവർഗ്ഗങ്ങളുണ്ട്. പഴവർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിന് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയും ഞാൻ ഒരു സ്മൈലി എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്തത് ഐസ്ക്രീം ആണ്. ഐസ്ക്രീം നമുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് അത്ര ഹെൽത്തി ഒന്നും അല്ല, അത്ര ആരോഗ്യത്തിന് നല്ലതാണോ അല്ല, അതുകൊണ്ട് ഞാൻ അത് ക്രോസ് ചെയ്തു. അടുത്തത് നിങ്ങൾ നോക്കിയ ഒരു കുട്ടയിൽ നിറയെ പച്ചക്കറികളുണ്ട്. പച്ചക്കറികളും നമ്മുടെ ആരോഗ്യത്തിന് അടിപൊളിയായിട്ട് വേണ്ട സാധനങ്ങളല്ലേ. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മൈലി വരച്ചു കൊടുക്കാം അല്ലെ. മിസ്സിന്റെ സ്മൈലി കണ്ടോ, നിങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കി, ഇതെന്താണ്, ഇതും പലർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്, നമ്മുടെ ഷവർമയാണ് അല്ലെ. അപ്പൊ ഷവർമ എന്ന് പറയുമ്പോൾ ചിക്കൻ ഒക്കെ നല്ലതാണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പല വസ്തുക്കളും എന്തല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. സോ ഞാൻ ക്രോസ് വരച്ചു വെച്ചു കേട്ടോ. അടുത്ത നോക്കി, ഗോതമ്പും അരിയൊക്കെയാണ്. രാവിലെ നമുക്ക് ഗോതമ്പിന്റെയും അരിയുടെയും ഒക്കെ ആഹാരം അല്ലേ കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കിട്ടാറുള്ളത്. അതൊക്കെ നമുക്ക് എനർജി, ഊർജ്ജം തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഹെൽത്തി അല്ലേ, അധികമായാൽ ഒന്നും നല്ലതല്ല, പക്ഷെ ഇതൊക്കെ ആവശ്യത്തിന് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്മൈലി അവിടെ വരച്ചു കൊടുത്തു അല്ലെ. അടുത്ത നോക്കി, എന്താണത്, ചിക്കനും മീനും ഒക്കെയാണ്. ചിക്കനും മീനൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അല്ലെ. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത്, നമുക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഇതെന്ന് പറയണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്മൈലി വരച്ചു കൊടുത്തു. അപ്പൊ ചിക്കനും ഈ പറയുന്ന മീനും ഒന്നും അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ കിട്ടുന്ന പനീറൊക്കെ, വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ പനീറൊക്കെയാണ് കഴിക്കാറുണ്ടാവുക അല്ലെ. അതൊക്കെ ചീസൊക്കെ കഴിക്കും. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാവാൻ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ പോരാ, നമ്മള് പകരം എന്ത് ചെയ്യണം, ആരോഗ്യത്തിന് പോഷകാഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ സമീകൃത ആഹാരമാണ് നമുക്ക് ആവശ്യം. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്, നോക്കിയേ. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ പഴം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പൈനാപ്പിൾ അല്ലെ, കൈതച്ചക്ക മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബർഗർ കാണാൻ പറ്റുന്നുണ്ട്, ആപ്പിൾ കാണാൻ പറ്റുന്നുണ്ട്, ക്യാരറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന എന്താണ്, നമ്മളുടെ പഴം ആയിക്കോട്ടെ, പൈനാപ്പിൾ അല്ലെ, കൈതച്ചക്ക ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അല്ലെ. എന്നാൽ ഈ ബർഗറിന്റെ പ്രശ്നം എന്താ, ഈ ബർഗർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനകത്തുള്ള പല വസ്തുക്കളും നമ്മുടെ ശരീരത്തിന് കേടാണ്, അത്രയ്ക്ക് ആരോഗ്യമൊന്നും തരുന്നില്ല അല്ലെ. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയും. ഇതിനെ കുറച്ചുകൂടെ വലുതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പൊ നമ്മൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് മിസ്സിന് പറയാനുള്ളത്. കാരണം ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടും ആഹാരശീലങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഭക്ഷണത്തിന്റെ ഈ പറയുന്ന പോലെ രുചിമേളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പല പല ചാപ്റ്റേഴ്സിലായിട്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കുക മക്കളെ. എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.